നിങ്ങളെ ദുർബലമാക്കുന്ന, നിങ്ങളെ ഇല്ലായ്മ തന്നെ ചെയ്യുന്ന ബന്ധങ്ങളെയും സാഹചര്യങ്ങളെയും വിട്ടൊഴിയുക തന്നെ ചെയ്യണം. ചില മനുഷ്യരാൽ ചിലപ്പോഴൊക്കെ നമ്മൾ സങ്കടക്കടലിൽപ്പെട്ട് പോകാറുണ്ട്, അല്ലേ? ആ വേദനയിൽ കഴിയുമ്പോൾ പിന്നെയും പിന്നെയും ആ ഒരാൾ മനസ്സിന് മുറിവേൽപ്പിക്കുക എന്നത് വല്ലാത്ത പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. ചിലതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഇനിയും സംഭവിക്കാതിരിക്കാൻ ചിലരിൽ നിന്നും ചില സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയേ മതിയാവൂ. നിങ്ങളെ വിലമതിക്കാത്തവർക്കായി നിങ്ങളുടെ ആത്മാഭിമാനം ത്യജിക്കേണ്ട കാര്യമില്ല. അത്തരം ആളുകളെ അവഗണിക്കുകയും അവരോട് അകലം പാലിക്കുകയും ചെയ്യുക. മനസ്സിനേറ്റ മുറിവുകളുടെ വേദനകൾ എന്നാൽ ആർത്തിരമ്പി വരുന്ന കടലുപോലെയാണ്. അത് അകമേയും പുറമേയും ആഞ്ഞടിച്ചുകൊണ്ടേയിരിക്കും. മനുഷ്യരെ നഷ്ടമാകുന്നു എന്നതിനേക്കാൾ കൊടിയ വേദനയാണ് സ്നേഹത്തിലായിരുന്ന മനുഷ്യർ നമ്മളെ വിട്ടുപോവുക എന്നത്, നമ്മളെ ഉപേക്ഷിച്ചു പോവുക എന്നത്. കാരണം നമ്മൾ ഒരിക്കൽ അവർക്ക് നൽകിയ നമ്മളുടെ വിലയേറിയ സമയത്തിനും സ്നേഹത്തിനും ഒരു വിലയുമില്ലാതെ ആകുന്ന അവസ്ഥ. ആ അവസ്ഥ ഭീകരമായ നിസ്സഹായത തന്നെയാണ്. നമ്മുടെ മോഹങ്ങളെ, സ്വപ്നങ്ങളെ, ആഗ്രഹങ്ങളെയൊക്കെ ഉപേക്ഷിക്കാൻ തോന്നുന്ന അവസ്ഥയിൽ മനുഷ്യർ എത്തി നിൽക്കുന്ന അവസ്ഥ. മിക്ക മനുഷ്യരിലും ഇത്തരം ഒരു ഇരുണ്ട കാലമുണ്ടാകും, അല്ലേ? നമ്മളെ വേദനിപ്പിച്ച് ഉപേക്ഷിച്ചു പോയ, നമ്മളെ സങ്കടക്കടലിലാക്കിയ മനുഷ്യരിൽ നിന്നും മോചനം നേടുക തന്നെ ചെയ്യണം. മോശം കാലങ്ങളെ നമ്മൾ മറികടന്നേ മതിയാവൂ. കെട്ടകാലവും സമയവും മറികടന്നല്ലേ പറ്റൂ. കാരണം ജീവിതം നമ്മുടേതാണ്, ജീവിച്ചേ മതിയാകൂ. നമുക്ക് വേണ്ടിയും നമ്മളെ സ്നേഹിക്കുന്നവർക്കായും. ഈ സമയവും കടന്നു പോകും, തീർച്ച. നോക്കൂ, ഇനിയും നിങ്ങൾക്ക് ഒരു നല്ല ജീവിതം അപ്പുറത്ത് കാത്തു നിൽപ്പുണ്ട്. ഒന്നും അവസാനിക്കുന്നില്ല. ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അത് ആസ്വദിച്ച് തന്നെ തീർക്കും, തീർച്ച.